ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആണോ, ബിസിനസ്മാൻ ആണോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, ഇനി നിങ്ങൾക്ക് ലോൺസ് അതല്ലെങ്കിൽ മറ്റു ബാധ്യതകളൊക്കെ നിലവിലുണ്ടോ? പക്ഷേ നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ നിന്നാണ് കടം മേടിച്ചത്, അത് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും ബാങ്കുകളായാലും അവരത് എല്ലാം എടുത്തുകൊണ്ട് പോകും. ഡിയർ ഫ്രണ്ട്സ്, ഇതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷനുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രത്യേക ആക്ട് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് ഇനി നിങ്ങളുടെ കടക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്ക് ആയിക്കോട്ടെ, നേരത്തെ സൂചിപ്പിച്ച EDയോ ഇൻകം ടാക്സോ അല്ലെങ്കിൽ വേറെ ഏത് ഗവൺമെൻറ് ഏജൻസി ആയിക്കോട്ടെ, ഈവൻ സുപ്രീം കോർട്ടിന് പോലും നിങ്ങളുടെ ആ ഒരു ആക്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഇങ്ങനൊരു ആക്ട് പ്രകാരം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു ഏജൻസിക്കും അത് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അത് ഏത് ആക്റ്റാണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ, ഈ ആക്ട് പ്രകാരം ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യേണ്ടതാണ്. എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.